1936 ഡിസംബർ 17 ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ മകനായി അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലാണ് ജോർജ് മരിയോ ബെർഗോളിയോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മ റെജീന സിവോറി അവരുടെ 5 കുട്ടികളെ വളർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. 5 മക്കളിൽ മൂത്ത മകനായിരുന്നു ബെർഗോളിയോ. മരിയ എലീന ബെർഗോളിയോ, ഓസ്കാർ അഡ്രിയാൻ, മാർട്ട റെജീന, ആൽബർട്ടോ ഹൊറാസിയോ എന്നിവരാണ് സഹോദരങ്ങൾ. ഇവരിൽ മരിയ എലീന ബെർഗോളിയോ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. കെമിക്കൽ ടെക്നീഷ്യനായാണ് ബെർഗോളിയോ ബിരുദം നേടിയത്. തൂപ്പുകാരൻ, സ്കൂൾ ടീച്ചർ, നൈറ്റ് ക്ലബ് ബൗൺസർ അഥവാ ക്ലബ്ബുകളിലെ പ്രശ്നക്കാരെ പുറത്താക്കുന്ന വ്യക്തി എന്നിങ്ങനെ വിവിധ ജോലികൾ ബെർഗോളിയോ ചെയ്തിട്ടുണ്ട്. പൗരോഹിത്യത്തിന്റെ പാത തിരഞ്ഞെടുത്ത് വില്ല ഡെവോട്ടോ രൂപതയുടെ സെമിനാരിയിൽ ചേർന്ന ബെർഗോളിയോ 1958 മാർച്ച് 11 സൊസൈറ്റി ഓഫ് ജീസസിന്റെ നോവിഷ്യേറ്റിൽ പ്രവേശിക്കുന്നത്. മാനവികത, തത്വശാസ്ത്രം, ദൈവശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടിയ ബെർഗോളിയോ സാഹിത്യത്തിലും മനഃശാസ്ത്രത്തിലും ജ്ഞാനിയായിരുന്നു. 1992 മെയ് 20 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നും മെത്രാൻ പദവിയിലേക്ക് ബെർഗോളിയോയെ ഉയർത്തി. മെയ് 27 അദ്ദേഹത്തിന് എപ്പിസ്കോപ്പൽ പട്ടം ലഭിച്ചു. 1997 ജൂൺ 3 കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോ ബ്യൂണസ് അയേഴ്സിലെ കോഡ്ജൂട്ടർ ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ സാന്താ മരിയ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതം കാണുവാനും അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷം 2001 ഫെബ്രുവരി 21 നടന്ന കൺസിസ്റ്ററിയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയത്. നിരവധി പുസ്തകങ്ങളും പാപ്പ എഴുതിയിട്ടുണ്ട്. 2005 ഏപ്രിലിൽ ബെനഡിക്ട് 16 പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിലും കർദിനാൾ ജോർജ് മരിയോ ബെർഗോളിയോ പങ്കെടുത്തിട്ടുണ്ട്. 2013 മാർച്ച് 13 ജോർജ് മരിയോ ബെർഗോളിയോ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടരാനായിരുന്നു പാപ്പയ്ക്കിഷ്ടം. അതിനാൽ ഫ്രാൻസിസ് എന്ന പേരും തിരഞ്ഞെടുത്തു. 2013 മുതൽ നീണ്ട 12 വർഷങ്ങൾ ഫ്രാൻസിസ് പാപ്പ സഭയെ നയിച്ചു. പാവങ്ങളുടെ പാപ്പ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. പാപ്പയുടെ സുവിശേഷം വളരെ ലളിതമായിരുന്നു. നിന്റെ മുന്നിൽ വരുന്നവരുടെ മുഖത്ത് ഈശോയെ ദർശിക്കുക, അവരോട് കരുണ കാണിക്കുക.